ഹിന്ദു എന്ന പദപ്രയോഗവും ഹിന്ദു മതം എന്ന് പറയുന്ന സംഗതിയും ബ്രിട്ടീഷ് സൃഷ്ടിയാണ്, കൊളോണിയൽ സൃഷ്ടിയാണ്. ആദ്യം അവരുടെ അജ്ഞത കൊണ്ടും പിന്നീട് ബോധപൂർവവും ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് ഈ ഹിന്ദു എന്ന് പറയുന്ന കാര്യം. 10ാം നൂറ്റാണ്ട് വരെ ഇന്ത്യയിലെ ഒരു സാഹിത്യകൃതിയിലും ഹിന്ദു എന്ന പദമില്ല. ഹിന്ദു എന്ന പദമേ ഇല്ല. 10ാം നൂറ്റാണ്ടിന് ശേഷമാണ് ഹിന്ദു എന്ന പദപ്രയോഗം വരുന്നത്. പിന്നീടല്ലേ ഹിന്ദു മതം വരുള്ളൂ. കാളിദാസൻ ഹിന്ദു ആയിരുന്നോ? കാളിദാസൻ ഹിന്ദു ആയിരുന്നോ? എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആപസ്തംഭനും കാത്യായനും നമ്മുടെ ശങ്കരൻ കാലടിക്കാരൻ ഹിന്ദു ആയിരുന്നോ? അല്ല. അങ്ങനൊരു സംവിധാനം, ആ പദപ്രയോഗമില്ല. അത് തുർക്കികൾ ഇന്ത്യയിലേക്ക് വന്നപ്പോൾ, ആക്രമിച്ച് കീഴ്പ്പെടുത്തി വന്നപ്പോൾ അവർ കണ്ട ഒരു നദീതീരം തടത്തി. അടുത്ത നാട്ടുകാരോട് ഇതേതെന്ന് ചോദിച്ചു. ഇത് സിന്ധു എന്ന് അവർ പറഞ്ഞു. ഇവന് നാവിന് വഴങ്ങൂല്ല. അവന് സിന്ധുവിന് പകരം ഹിന്ദു എന്ന് പറഞ്ഞു. അത് ഉച്ചാരണത്തിൽ, ടർക്കിഷ് ഭാഷയിലെ ഉച്ചാരണത്തിൻ്റെ പ്രത്യേകതയാണ്. പേർഷ്യൻ ഭാഷയാണെങ്കിൽ കുഴപ്പമില്ല, അവിടെ ഖകാരമുണ്ട്. ടർക്കിഷ് ഭാഷയിൽ ആദ്യകാലത്ത് സകാരമില്ല, അതുകൊണ്ട് ഖകാരം ഹിന്ദു. അവർ വന്നവൻ്റെ നാട്ടിലേതുപോലെ തന്നെ ഇവിടെയും ഒരു ഏകശിലാധാരമായ വിശ്വാസ സംഹിതയും പ്രവാചകനും ഒരു മതഗ്രന്ഥവും ഉണ്ടാകുന്നു ധരിച്ച് ഇവിടുത്തെ ആൾക്കാരെ മുഴുവൻ ഹിന്ദുസ്ഥാൻ എന്ന് വിളിച്ചു. നാട്ടിനെ ഹിന്ദുസ്ഥാൻ എന്ന നാട്ടുകാരെ ഹിന്ദുക്കളെന്നും വിളിച്ചു. അതാണ് ഈ ഹിന്ദുവിൻ്റെ തുടക്കം. പക്ഷെ പിന്നീട് ഇതിനെ ഒരു പ്രസ്ഥാനമാക്കി വളർത്തിക്കൊണ്ടുവരുന്നത് കൊളോണിയൽ കൺസ്ട്രക്റ്റാണ്, കൊളോണിയൽ നിർമ്മിതിയാണ്. 1817 ജെയിംസ് മിൽ എഴുതിയ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്ന 2-3 വാല്യങ്ങളുള്ള പുസ്തകം. അദ്ദേഹമാണ് ആദ്യമായിട്ട് ചരിത്രത്തെ ഘട്ടവിഭജനം നടത്തുന്നത്, പീരിയഡൈസേഷൻ. ആദ്യത്തേതിന് ഹിന്ദു ഇന്ത്യ എന്ന് പേരിട്ടു, രണ്ടാമത്തേതിന് മുസ്ലിം ഇന്ത്യ എന്ന് പേരിട്ടു, മൂന്നാമത്തേത് എന്തായിരിക്കും പേര്? ഭരണകർത്താക്കളുടെ മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാമകരണം ചെയ്യുന്നത് എങ്കിൽ വരേണ്ടത് ക്രിസ്ത്യൻ എന്നായിരിക്കണം. പക്ഷേ ബോധപൂർവ്വം എന്തിട്ടു? ബ്രിട്ടീഷ് എന്നിട്ടു. സവർണജാതിയിൽ ജനിച്ച് കമ്മിയായി തീർന്ന പ്രൊഫസർ കാർത്തികേയൻ നായർ ഹിന്ദു എന്നൊരു മതമില്ലല്ലോ എന്ന പേരിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ഏകദേശം 44 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയിൽ ഹിന്ദുമതത്തെ അപഗ്രഥിക്കുന്നത് കാണാം. ഇന്ന് ഹിന്ദുമതമെന്ന് പൊതുവെ വിളിക്കപ്പെടുകയും അറിയപ്പെടുകയും ചെയ്യുന്ന വേദങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഋഷിപ്രോക്തമായ നമ്മുടെ മതത്തെ ഇകഴ്ത്താനാണ് അദ്ദേഹം ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. വീഡിയോയിലെ പ്രസക്തമായ ചില ഭാഗങ്ങളാണ് ആരംഭത്തിൽ നൽകിയത്. ഹിന്ദുക്കളുടെ മനോവീര്യം കെടുത്തി അവരെ ദുർബലരാക്കുവാൻ ലക്ഷ്യമിട്ടാണ് അർദ്ധസത്യങ്ങളെ ഉപയോഗിച്ച് തൻ്റെ വാദങ്ങൾ അദ്ദേഹം നിരത്തുന്നത്. അതിപ്രാചീന കാലം മുതൽ ലോകത്ത് സാർവത്രികമായി ഉണ്ടായിരുന്ന ഒരേ ഒരു മതം ഇന്ന് ഹിന്ദുമതമെന്ന് അറിയപ്പെടുന്ന ഈ മതമായതിനാൽ അതിന് പ്രാചീന കാലത്ത് പ്രത്യേകിച്ച് ഒരു പേര് വേണ്ടി വന്നില്ല. ഹിന്ദുവെന്നോ മറ്റ് ഏതെങ്കിലും പേരിലോ അറിയപ്പെട്ടിരുന്നാൽ കൂടിയും ഇന്ന് ഹിന്ദുമതമെന്ന് അറിയപ്പെടുന്ന വൈദിക മതം പണ്ടും ഉണ്ടായിരുന്നു. സമാധി പൂണ്ട കാഞ്ചീപുരത്തുണ്ടായിരുന്ന ശ്രീ ചന്ദ്രശേഖര സരസ്വതി സ്വാമിജിയാണ് ഇക്കാര്യം പറഞ്ഞത്. അദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങളുടെ സമാഹാരത്തിൽ ദ റിലിജൻ വിത്തൗട്ട് എ നെയിം എന്നും ദ യൂണിവേഴ്സൽ റിലിജൻ എന്നും തലക്കെട്ടോടുകൂടിയ 2 അധ്യായങ്ങളുണ്ട്. ഇതിൽ ആദ്യത്തേതിൽ ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളിൽ ഒന്നിൽ പോലും ഹിന്ദുമതമെന്നോ വൈദിക മതമെന്നോ സനാതന മതമെന്നോ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളെ വിളിച്ചിരുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ഒരു പോരായ്മയല്ലെന്നും ഇതിൽ അഭിമാനിക്കണമെന്നുമാണ് അദ്ദേഹം നമ്മളെ ഉദ്ബോധിപ്പിച്ചത്. നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളുടെ അടിസ്ഥാനം വേദങ്ങളാണ്. വേദങ്ങൾ അനാദികാലം മുതലുണ്ട്. ശൈവ വൈഷ്ണവ ശാക്തേയ ഗണപത്യ കൗമാര സൗര മതങ്ങളുടെ മൂലവും വേദങ്ങളാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോൾ അവർ കണ്ടത് വേദങ്ങളെ ആധാരമാക്കിയുള്ള ഈ വിവിധ മതങ്ങളെയാണ്. ഇതിനെയെല്ലാം ചേർത്ത് അവർ ഹിന്ദുമതമെന്ന് വിളിക്കുവാൻ തുടങ്ങി. പുതിയതായി ഉണ്ടായ സെമിറ്റിക് മതങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ഭാരതീയ മതങ്ങളെ വേർതിരിച്ച് അറിയുന്നതിനും വേണ്ടിയിട്ട് കൂടിയാണ് അവർ ഹിന്ദു എന്ന നാമം ഉപയോഗിക്കാൻ തുടങ്ങിയത്. സ്വാമിജി തമിഴിൽ നടത്തിയ പ്രഭാഷണങ്ങളിലാണ് ഈ വിവരങ്ങൾ അദ്ദേഹം പങ്കുവച്ചത്. ഈ പ്രഭാഷണങ്ങളിൽ മുഖ്യമായവ ആംഗലേയത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഹിന്ദുധർമ്മ എന്ന പേരിൽ പുസ്തകരൂപത്തിൽ അവ ലഭ്യമാണ്. ഹിന്ദു എന്ന ശബ്ദം 10ാം നൂറ്റാണ്ടിന് മുമ്പേ ഉള്ളതാണ്. BC 6ാം നൂറ്റാണ്ട് തൊട്ട് ഈ ശബ്ദം ഉണ്ട്. അക്കൈമിനിഡ് സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു സിന്ധു നദീതടം. ഇവിടെ ഹിന്ദുഷ് എന്നു പേരുള്ള ഒരു പ്രവിശ്യ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ നൽകിയിട്ടുള്ള വിക്കിപീഡിയയിൽ നിന്നുള്ള സ്ക്രീൻഷോട്ട് കാണുക.
ചുരുക്കത്തിൽ കമ്മി പ്രൊഫസർ കാർത്തികേയൻ നായർ പറയുന്നത് പോലെ ഹിന്ദു എന്ന ശബ്ദത്തിൻ്റെ ഉപജ്ഞാതാക്കൾ മുഹമ്മദീയരായ തുർക്കികളല്ല. മുഹമ്മദ് ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സിന്ധു നദീതടത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ ഹിന്ദുഷ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. ശിലാലിഖിതങ്ങളിൽ നിന്നും യേശുവിന് മുമ്പ് രചിക്കപ്പെട്ട സാഹിത്യകൃതികളിൽ നിന്നും വ്യക്തമാകുന്നത് പ്രാചീനകാലം തൊട്ട് ഒരു സംസ്കാരമുണ്ടായിരുന്ന ഗ്രീക്കുകാർ ഇന്ത്യ, ഹിന്ദുഷ് എന്നീ ശബ്ദങ്ങൾ ഇന്ത്യയെ സൂചിപ്പിക്കാനായി ഉപയോഗിച്ചിരുന്നു എന്നാണ്. ഇന്ത്യ എന്ന ശബ്ദത്തിൽ നിന്നും അവിടെ വസിക്കുന്നവരെ ഹിന്ദുക്കൾ എന്ന് വിളിച്ചിരുന്നിരിക്കാം. ക്രമേണ ഈ ശബ്ദം ഹിന്ദുക്കൾ എന്ന ശബ്ദത്തിന് വഴിമാറിയതാകാനും സാധ്യതയുണ്ട്. ഹിന്ദു എന്ന ശബ്ദം വിദേശീയരാണ് ആദ്യമായി ഉപയോഗിച്ചത് എന്നതിനാൽ ഇപ്പോൾ ഹിന്ദുക്കളെന്ന് അറിയപ്പെടുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യം ഒരു വലിയ ന്യൂനതയാണെന്ന ധ്വനിയാണ് കമ്മി പ്രൊഫസറുടെ വാക്കുകളിൽ നിഴലിക്കുന്നത്. ഏത് പേരിട്ട് വിളിച്ചാലും നമ്മുടെ മതം ഒഴികെ ബാക്കി മതങ്ങളുടെയെല്ലാം സ്ഥാപകൻ ഓരോ വ്യക്തിയാണ്. അതായത് ഓരോ വ്യക്തിയുടെ പേരിലാണ് മറ്റ് മതങ്ങളെല്ലാം തന്നെ അറിയപ്പെടുന്നത്. അതിനാൽ ന്യൂനതകൾ നമ്മുടെ മതത്തിനല്ല, വ്യക്തിയാധിഷ്ഠിതമായ മറ്റ് മതങ്ങൾക്കാണ് ഉള്ളത്. ഈ വ്യക്തികൾ ജനിക്കുന്നതിന് മുമ്പുള്ള മതമാണ് നമ്മുടേതെന്നതിനാലും അത് സാർവത്രികമായിരുന്നതിനാലും അന്ന് അതിനെ വേർതിരിച്ചറിയുന്നതിന് പ്രത്യേകിച്ച് ഒരു പേരിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല. ഋഷിപ്രോക്തമായ നമ്മുടെ മതത്തെ ഓർത്ത് അഭിമാനിക്കണമെന്നാണ് സ്വാമിജി ദ റിലിജിയൻ വിത്തൗട്ട് എ നെയിം എന്ന അധ്യായത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പ്രധാനമായും ന്യൂനപക്ഷ മതസ്ഥരെ സുഖിപ്പിക്കാനാണ് കമ്മികൾ കൂടെ ഹിന്ദുമതത്തെ ഇകഴ്ത്തി സംസാരിക്കുന്നത്. ഈ ശ്രമങ്ങളിൽ അവരുടെ വിവരക്കേടാണ് വ്യക്തമാകുന്നത്. ജയ് ഹിന്ദ്.